കൃത്യമായി പറഞ്ഞാൽ 981 ദിവസങ്ങൾ. അതെ, 981 ദിവസത്തെ നീണ്ട കണ്ണീരും പ്രാർത്ഥനകളും അതിലേറെ ക്രൂരമായ വിമർശനങ്ങളും. പരിക്കിന്റെ പേരിൽ സ്വന്തം രാജ്യത്തിന്റെ പ്രസിഡന്റിൽ നിന്ന് വരെ കടുത്ത അധിക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരു കളിക്കാരൻ. അയാളുടെ കരിയർ അവസാനിച്ചെന്ന് വിധിയെഴുതിയവർക്ക് മുന്നിലേക്ക് ഇന്നലെ രാത്രി അയാൾ വീണ്ടും നടന്നു വന്നു. ഇത് വെറുമൊരു തിരിച്ചുവരവല്ല. ഫുട്ബോളിന്റെ സുൽത്താൻ നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ എന്ന ആ 10ാം നമ്പർ മാന്ത്രികൻ കാനറി മഞ്ഞക്കുപ്പായത്തിൽ രാജകീയമായി മടങ്ങിയെത്തിയ രാത്രി. മിയാമിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയം ഇന്നലെ സാക്ഷ്യം വഹിച്ചത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വൈകാരികമായ നിമിഷത്തിനായിരുന്നു. മത്സരത്തിലേക്ക് വന്നാൽ ഗ്രൂപ്പ് സിയിലെ 1ാം സ്ഥാനം ഉറപ്പാക്കാൻ കാർലോ ആൻസലോട്ടിയുടെ ബ്രസീലിന് വിജയം മാത്രമാണ് മുന്നിലുണ്ടായിരുന്ന ഏക വഴി. അവർ അതിനായി തന്നെ കച്ചകെട്ടി കളത്തിൽ നിറഞ്ഞാടി. മത്സരം തുടങ്ങി വെറും 7ാം മിനിറ്റിൽ തന്നെ സ്കോട്ടിഷ് പ്രതിരോധത്തിന്റെ പിഴവ് മുതലെടുത്ത് വിനീഷ്യസ് ജൂനിയർ ബ്രസീലിന്റെ ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടു. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ഒരു തകർപ്പൻ ഹെഡറിലൂടെ വിനി തന്റെ 2ാം ഗോളും നേടി. കളി 60 മിനിറ്റ് പിന്നിട്ടപ്പോൾ ബ്രൂണോ ഗുയിസ്മാറസിന്റെ ഒരു മാന്ത്രിക ത്രൂ ബോളിൽ നിന്നും മാത്യൂസ് കുൻഹ ബ്രസീലിന്റെ 3ാം ഗോളും വലയിലാക്കി. സ്കോർ 3-0. മത്സരത്തിന്റെ 76ാം മിനിറ്റ്. മിയാമി ഹാർഡ് റോക്ക് സ്റ്റേഡിയം ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച നിമിഷം. മാത്യൂസ് കുൻഹയ്ക്ക് പകരക്കാരനായി കൈകളിൽ ക്യാപ്റ്റൻ ബാൻഡും അണിഞ്ഞ് ആ ഐക്കണിക് കാനറി മഞ്ഞ ജേഴ്സിയിൽ ഒടുവിൽ ആ 10ാം നമ്പർ മാന്ത്രികൻ മൈതാനത്തേക്ക് ചൂടുവെച്ചു. വെറും 15 മിനിറ്റ് മാത്രമാണ് അദ്ദേഹം കളിച്ചത്. പക്ഷേ പരിക്കിന്റെ യാതൊരു അസ്വസ്ഥതയും ഇല്ലാതെ പഴയ അതേ കളിമികവോടെ നെയ്മർ കളം നിറഞ്ഞു. ഇറങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വിനീഷ്യസുമായി ചേർന്ന് 3 സുവർണാവസരങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ചു. കളിച്ച 14 പാസുകളിൽ 13 എണ്ണവും കൃത്യമായി ലക്ഷ്യത്തിലെത്തിച്ച 92% പാസിംഗ് അക്യുറസി. ഒപ്പം ദൂരത്തു നിന്നുള്ള ഒരു തകർപ്പൻ ലോങ് റേഞ്ചർ ഷോട്ടിലൂടെ സ്കോട്ടിഷ് ഗോളി ആംഗസ് ഗണ്ണിനെ വിറപ്പിക്കാനും നെയ്മർക്ക് കഴിഞ്ഞു. തനിക്കെതിരെ ഉയർന്ന എല്ലാ വിമർശനങ്ങൾക്കുമുള്ള മറുപടി ആ പന്തുകളിൽ ഉണ്ടായിരുന്നു. ഈ ഒറ്റ മടങ്ങിവരോടെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും എക്സ്ക്ലൂസീവായ 2 റെക്കോർഡുകളിലേക്കാണ് നെയ്മർ നടന്നു കയറിയത്. 4 വ്യത്യസ്ത ലോകകപ്പുകളിൽ ബ്രസീലിനെ പ്രതിനിധീകരിക്കുന്ന ചരിത്രത്തിലെ 4ാമത്തെ മാത്രം കളിക്കാരനായി നെയ്മർ മാറി. ഇതിനു മുമ്പ് ഫുട്ബോൾ രാജാവ് പെലെ, ജാൽമ സാന്റോസ്, ഇതിഹാസ ക്യാപ്റ്റൻ കഫു എന്നിവർക്ക് മാത്രമാണ് ഈ ഭാഗ്യമുണ്ടായിട്ടുള്ളത്. അതിലും വലിയ മാസ് എന്താണെന്ന് വെച്ചാൽ ഫുട്ബോൾ ലോകം ആരാധനയോടെ നോക്കുന്ന ബ്രസീലിന്റെ 10ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് 4 വ്യത്യസ്ത ലോകകപ്പുകൾ കളിക്കുന്ന പെലെയ്ക്ക് ശേഷമുള്ള 2ാമത്തെ മാത്രം താരം എന്ന ചരിത്ര നേട്ടവും ഇനി നെയ്മർക്ക് സ്വന്തം. മത്സരശേഷം വികാരാധീനനായി നെയ്മർ പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ കരിയറിലെ ഏറ്റവും പ്രത്യേകത നിറഞ്ഞ ദിവസങ്ങളിൽ ഒന്നാണിത്. ഈ വലിയ വേദിയിൽ വീണ്ടും ജേഴ്സി അണിയാൻ കഴിഞ്ഞത് ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ഹെയ്ത്തിയെയും സ്കോട്ട്ലൻഡിനെയും തകർത്ത് മൊറോക്കോയുടെ സമനില പാലിച്ച് 7 പോയിന്റോടെ ഗ്രൂപ്പ് സി ചാമ്പ്യന്മാരായി ബ്രസീൽ ഇപ്പോൾ റൗണ്ട് ഓഫ് 32ലേക്ക് യോഗ്യത നേടിക്കഴിഞ്ഞു. വിനീഷ്യസ് ജൂനിയറിന്റെ തകർപ്പൻ ഫോമിൽ ടൂർണമെന്റ് ബ്രസീൽ നയിക്കുമ്പോൾ ഒപ്പം നെയ്മർ കൂടി പൂർണ്ണ ഫിറ്റ്നസോടെ തിരിച്ചെത്തിയാൽ ബ്രസീലിന് നൽകുന്ന കരുത്ത് ചെറുതല്ല. കാർലോ ആൻസലോട്ടിയുടെ കീഴിൽ 6ാം ലോകകപ്പ് കിരീടം തേടിയിറങ്ങുന്ന കാനറിപ്പടയെ തടയാൻ ഇനി ഈ ലോകത്ത് ആർക്കെങ്കിലും കഴിയുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം. Waytonikah.com, the exclusive Muslim matrimonial site.